നിനക്കിത് കണ്ടില്ലെന്ന് കരുതി പോകാനാവോ? പറ, നിനക്ക് പോകാൻ കഴിയോ? ശ്രീകുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ നിനക്കേ കഴിയൂ. നീ പോയാ ഒരിക്കലും സഞ്ജു ശ്രീകുട്ടിയും ഒന്നിക്കില്ല. വാശി കയറി അവള് കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചെന്നും വരും. അവളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവളാ നീ. കൈവിട്ട് കളയാതെ അവരെ കൂട്ടിച്ചേർത്തിട്ട് നീ പൊയ്ക്കോ. പക്ഷെ ഇപ്പോ നീ എനിക്ക് വേണ്ടി അത് ചെയ്യണം. നിനക്ക് കഴിയും ശ്രീകുട്ടിയുടെ മനസ്സ് മാറ്റാൻ. അതെ, എനിക്ക് ചേച്ചി കാണണം. നിങ്ങൾ എന്നെ ചേച്ചിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോണം. മോനെ, കൂട്ടിക്കൊണ്ടു പോടാ ഇവളെ. ശ്രീകുട്ടിയെ തിരുത്താൻ അവൾക്കേ കഴിയൂ. വയനോട് ഇവളെ കാണാൻ ശ്രീകുട്ടി ആഗ്രഹിക്കുന്നില്ല. എന്റെ മോളെ കൊലയ്ക്ക് കൊടുക്കാനാ ഇവളെ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. നിങ്ങള് പോയിട്ട് വാ മക്കളെ. കാഞ്ചനെ, നീ എന്ത് പറഞ്ഞാ സ്വാതിയുടെ മനസ്സ് മാറ്റാൻ പോകുന്ന? നിന്നെ കണ്ട ആ നിമിഷം സ്വാതി റൂമിൽ കയറി വാതിലടയ്ക്കും. അവളിപ്പോ പഴയ സ്വാതിയല്ല. നമ്മളിൽ നിന്നും ഒരുപാട് ദൂരം അകന്നു പോയി കഴിഞ്ഞു. ചേച്ചി ഇപ്പൊ ഒന്നല്ല രണ്ടാ. ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ട്. ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും ചേച്ചിക്കൊരു മാനസാന്തരം ഉണ്ടാവുന്ന എന്റെ പ്രതീക്ഷ. സ്വാതിയെ ഞാൻ അറിയുന്ന പോലെ നീ അറിഞ്ഞിട്ടില്ല. അവളുടെ ആത്മാഭിമാനത്തിന് മുന്നിൽ കുഞ്ഞൊരു പ്രശ്നമേ അല്ല. കുഞ്ഞിനു വേണ്ടി അവൾ അത് പണയം വെക്കാനും തയ്യാറാവില്ല. ആ കുഞ്ഞിനെ വെച്ചാവോ ഇനി അവൾ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുക. എനിക്ക് അവൾ തരുന്ന കൊടിയ ശിക്ഷയും അതുതന്നെയാ. ചേച്ചിയില്ലാതെ ഞാൻ മടങ്ങി വരില്ല. എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. നിങ്ങൾ ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ തീരുമാനങ്ങൾ എടുക്കാം. ഇതിനിടെ പെട്ടുപോയ എന്റെ അവസ്ഥ മാത്രം നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. സ്വാതി കൂടെ വരില്ലെങ്കിൽ ഞാനും വീട്ടിലേക്കില്ല. എന്റെ കുഞ്ഞ അവളുടെ വയറ്റിൽ വളരുന്ന ഈ സന്ദർഭത്തിൽ അവൾക്കൊപ്പം നിൽക്കാനും എന്റെ കുഞ്ഞിനെ രണ്ട് കൈ നീട്ടി ഏറ്റുവാങ്ങാനും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനു ഞാൻ ഇവിടെ കഴിച്ചു കൂട്ടണം? ചേച്ചി വരും. ചേച്ചി ഞാൻ കൊണ്ടുവരും. ഇപ്പൊ നീ മാത്രമല്ല, നിന്റെ കൂടെ ഒരു കുഞ്ഞുമുണ്ട്. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ മോൾക്ക് ഇനി കഴിയില്ല.
നിനക്ക് ഭർത്താവിനെ വേണ്ടായിരിക്കാം, കുഞ്ഞിന് അച്ഛനെ വേണമെങ്കിലോ? വിഡ്ഢിത്തരങ്ങൾ പറയാതിരിക്കും. നീ എന്റെ മുഖത്ത് നോക്കി നിന്റെ ഇഷ്ടങ്ങളും തീരുമാനങ്ങളും അടിച്ചേൽപ്പിക്കുന്നത് പോലെ നിനക്കും ഒരു ദിവസം വരും. നീ പ്രസവിക്കുന്നത് ഒരു പെൺകുഞ്ഞാണെങ്കിൽ അവൾ പറയും അവളുടെ അച്ഛൻ ഒരു ഹീറോയാണെന്ന്. നീ ഒരു ബിഗ് ഹീറോയും. നിന്നെ എനിക്ക് കാണണ്ട. നീ ഒന്ന് ഈ റൂം വിട്ടു പോ. എന്റെ മുന്നിൽ നിന്ന് കടന്നു പോവാൻ നിന്നോട് പോവാനാ പറഞ്ഞത്. എനിക്ക് പറയാനുള്ളത് ചേച്ചി കേട്ടേ തീരൂ. ഇപ്പൊ ചേച്ചി അത് കേട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് പറയാൻ കഴിഞ്ഞൊന്നും വരില്ല. നീ പറയാൻ പോകുന്നത് എന്താണെന്നൊക്കെ എനിക്കറിയാം. എന്തിനു നീ ആ സത്യം എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചു എന്നല്ലേ? ചേച്ചിയും ചേച്ചിയുടെ രാജകുമാരനും സന്തോഷത്തോടെ ജീവിക്കാൻ. അതിൽ കവിഞ്ഞ് എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ഇപ്പൊ ഞാനൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നു എന്ന് കേട്ടപ്പോ കുമ്പസരിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചാലോ? ചേച്ചി, ഒരു ചതിയന്റെ കുഞ്ഞിനെ ഞാൻ എന്തിനു പ്രസവിച്ച് വളർത്തണം? നാളെ പറക്കമുറ്റി കഴിയുമ്പോ ആ ചതിയന്റെ അടുത്തേക്ക് പറന്നു പോവാനോ? വീണ്ടും വീണ്ടും ഞാൻ തോറ്റു കൊടുക്കണോ? ജീവിതകാലം മുഴുവനും സ്വാതി ഒരു വീട്ടിയായി ജീവിക്കണോ? നീ എന്താണ് ഈ കാണിക്കുന്നത്? എനിക്ക് ജീവിതം തന്നത് ചേച്ചിയാ. സ്നേഹം എന്താന്ന് ഞാൻ അറിഞ്ഞത് ചേച്ചിയുടെ അടുത്ത് വന്നിട്ടാ. ആരൊരുമില്ലാത്ത എന്നെ അനിയത്തി പോലെയല്ല, അനിയത്തിയായി ചേച്ചി സ്വീകരിച്ചു, സ്നേഹിച്ചു എന്നെ. അമ്മു, അമ്മു കത്തിങ്ങിട്ടാ. അമ്മ അടുത്ത് വരരുത്. ഞാൻ ചേച്ചി ചതിച്ചെന്ന് ചേച്ചി വിശ്വസിക്കുകയാണെങ്കിൽ എനിക്കിനി ജീവിച്ചിരിക്കാൻ അർഹതയില്ല. ചേച്ചി എന്നെ കൂട്ടിക്കൊണ്ട് വരാതിരുന്നിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. അമ്മു ആ കത്തിങ്ങിട്ടാ. അമ്മു, ചേച്ചി എനിക്ക് തന്ന ജീവിതം ഇത്. ചേച്ചിയുടെ മുന്നിൽ തന്നെ ഞാൻ അവസാനിപ്പിക്കാം. എന്റെ ചേച്ചി എന്നോട് ക്ഷമിക്കാം. കത്തിങ്ങിട്ടാ. അമ്മു, ശ്രീകുട്ടി, ഞാൻ മരിക്കും. എന്റെ ചേച്ചിയെ ചതിച്ചെനിക്ക് ജീവിക്കണ്ട. ചേച്ചിയെ കൊണ്ടുപോവാൻ അദ്ദേഹം വന്നിട്ടുണ്ട്. ചേച്ചി കൂടെ വാ. ചേച്ചി വന്നില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി മരിക്കും. ചേച്ചി കൂടെ വാ. എന്തിനാ ഞാൻ കൂടെ വരേണ്ടത്? നീ സഞ്ജുവിന്റെ ആദ്യ ഭാര്യയും ഞാൻ രണ്ടാം ഭാര്യയായി ഒരു വീട്ടിൽ ജീവിക്കാനാണോ?
ചേച്ചി, ഞാൻ ഇവിടുന്ന് പോവാം. ഒരിക്കലും ഞാൻ മംഗലശ്ശേരിയിലേക്കോ ആ മനുഷ്യന്റെ നിഴലിൽ വീഴുന്നിടത്തേക്കോ വരില്ല. ഞാൻ ആ മനുഷ്യന്റെ ഭാര്യയല്ല, എന്റെ ഭർത്താവല്ല അദ്ദേഹം. എനിക്ക് ഈശ്വരന, ചേച്ചിയെ പോലെ എന്റെ ദൈവം. ചേച്ചി കൂടെ വാ. താലി കഴുത്തിൽ വീണ പെണ്ണ് ഭാര്യ തന്നെയാ. ഞാനീ താലി അഴിച്ചു മാറ്റാം. വേണ്ട, നീ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്നത് നീ ചെയ്യും. ചേച്ചി പറ, എന്ത് ഞാൻ ചെയ്യും? ചേച്ചി പറ. നീ ഗോവിന്ദനെ വിവാഹം കഴിക്കാൻ തയ്യാറാവണം. എന്താ, നിനക്കതിന് സമ്മതമല്ല അല്ലേ? എനിക്കറിയാടി നീ സമ്മതം പറയില്ലെന്ന്. ചേച്ചി പറയുന്നത് എന്തും ഞാൻ അനുസരിക്കും. എനിക്ക് സമ്മതാ ചേച്ചി. നീ റൂമിൽ നിന്ന് പുറത്തേക്ക് പോ. പുറത്തേക്ക് പോ. ചേച്ചി കൂടെ വരണേ. എന്താ അവിടെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. റൂമിൽ രണ്ടുപേരുണ്ടല്ലോ എന്നൊരു സമാധാനം മാത്രമേ ഉള്ളൂ. സ്വാതി വന്നില്ലെങ്കിൽ ലച്ചു എന്റെ കൂടെ മംഗലശ്ശേരിയിലേക്ക് ഉണ്ടാവില്ലെന്ന് തീർത്ത് പറഞ്ഞു കാണും. അവൾ ഹോസ്റ്റലിലേക്ക് താമസം മാറാൻ തീരുമാനിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്താ വല്യപ്പച്ചി വന്ന് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. സ്വാതി എന്ത് പറഞ്ഞു? വരാന്നോള് സമ്മതിച്ചോ? പറ ലച്ചു. അങ്ങനെയൊന്നും ചേച്ചി പറഞ്ഞില്ല. ഇപ്പൊ എന്തായി? നീ വന്ന് വിളിച്ചാ അവള് കൂടെ വരുമെന്ന് പറഞ്ഞല്ലേ നീ ചാടിക്കയറി പുറപ്പെട്ടത്? ആദ്യം നീ ആ വീട് വിട്ട് എവിടേക്കെങ്കിലും ഒന്ന് പോ. നിന്നെ കൊണ്ടുള്ള ഉപദ്രവം ഒന്ന് തീർത്തുതാ. എന്നിട്ട് അവളെ ആരെങ്കിലും വന്നൊന്ന് വിളിക്ക്. അപ്പോ അങ്ങോട്ട് പോവാൻ അവൾക്ക് മനസ്സുണ്ടായിന്ന് വരും. കാഞ്ചനെ, നീ ഒന്ന് വായടച്ച് നിക്ക്. ഒരു നിലവാരമില്ലാത്ത സംസാരമാണ് നിന്റേത്. മോള് തന്തയില്ലാത്ത കൊച്ചിനെ പ്രസവിക്കാൻ പോകുമ്പോഴാ നിങ്ങൾ നിലവാരത്തെ കുറിച്ച് സംസാരിക്കുന്നത്. സ്വാതി പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞിന് അച്ഛനോട് അത് ഞാൻ തന്നെയാ. പറഞ്ഞു പറഞ്ഞ് എന്തും കയറി പറയാമെന്നുള്ള വിചാരമൊന്നും വല്യപ്പച്ചയ്ക്ക് വേണ്ട. പിന്നെന്തിനാടാ അവള് നിന്റെ മുമ്പിൽ വാതിൽ കൊട്ടി അടച്ചത്? ഇപ്പൊ നിന്നെ കാണുന്നത് പോലും അവക്ക് ചതുർത്ഥിയാ. അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം. നിങ്ങളുടെ മകളാണെന്ന് അറിഞ്ഞു വെച്ചല്ല ഞാൻ അവളെ സ്നേഹിച്ചത്. അവൾ എന്നെയും. ഞങ്ങൾക്ക് വിവാഹം കഴിക്കാനും നിങ്ങളുടെ സമ്മതപത്രത്തിന്റെ ആവശ്യമില്ലായിരുന്നു. ഇവളും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ സ്വാതിക്കുണ്ട്. അവളുടെ മനസ്സ് കലക്കി കളഞ്ഞത് ഞാനത് അവളോട് പറയാതിരുന്നോണ്ടാ. അതൊരു ഷോക്ക് തന്നെയാ. പക്ഷേ അതിന്റെ പേരിൽ ഞങ്ങൾ രണ്ടായെന്ന് വല്യപ്പച്ചി കരുതണ്ട.
ഈയൊരു വിഷയം വന്നപ്പോ വല്യപ്പച്ച അതിനെ കൂട്ടിക്കെട്ടിയത് 27 വർഷം മുമ്പ് എന്റെ അച്ഛൻ എന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടു വന്നതിനോടാ. ഒരു സാധു പെണ്ണിനെ സഹിക്കാൻ വല്യപ്പച്ചയ്ക്ക് മാത്രം കഴിഞ്ഞില്ല. അച്ഛനോട് എന്റെ അമ്മയോടും തോന്നിയ പകയില് വല്യപ്പച്ചി വീട് വിട്ട് ഇറങ്ങിപ്പോയി. പക്ഷേ എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും എന്റെ അമ്മയെ സ്വീകരിച്ചു. ആ അച്ഛന്റെ മകനാണെന്ന് പറഞ്ഞ് വല്യപ്പച്ചി വന്ന് കലി തുള്ളിയപ്പോ ഞാൻ കേട്ടു നിന്നത് പറയാൻ മറുപടി അറിയാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് ഞാൻ തന്ന ബഹുമാനം കൊണ്ടാ. മകൾ അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് ഇനി ഒരിക്കലും നിങ്ങളുടെ നാവിന്ന് വീണു പോരുത്. ഇവളെ ഞാൻ രക്ഷിച്ചത് ഒരു മഹാ അപരാധമായി ഞാൻ ഇപ്പോഴും കാണുന്നില്ല. അതൊരു വലിയ തെറ്റായി എനിക്ക് തോന്നിയിരുന്നെങ്കിൽ ഇവളുടെ മുഖം മംഗലശ്ശേരിയിൽ കണ്ട നിമിഷം ഞാൻ ഇവളെ സ്ഥലം മാറ്റിനെ. സ്വാതിയോ മംഗലശ്ശേരിയിലുള്ളവരോ ഒരു കാലത്തും കാണാനിടയില്ലാത്ത സ്ഥലത്തേക്ക് ഞാൻ ഇവളെ കൊണ്ടെത്തിച്ചേനെ. അതിന് ഇവളും എന്റെ ഒപ്പം നിന്നനെ. ഇവളുടെ മുത്തശ്ശിക്ക് ഞാൻ കൊടുത്ത വാക്ക് അത് മാത്രമായിരുന്നു. ഇരട്ടിയിലധികം പ്രായമുള്ള ഒരു ആഭാസന്റെ കയ്യിൽ നിന്ന് ഒരു പാവം പെൺകുട്ടിയെ കതിർമണ്ഡപത്തിൽ നിന്ന് രക്ഷിക്കാൻ എന്റെ കയ്യിൽ കിട്ടിയത് ഒരു താലിച്ചരട് മാത്രമായിരുന്നു. അതൊരായുധം മാത്രമായേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരു ജീവൻ രക്ഷിക്കുന്നത് പുണ്യമാണെന്ന് ഞാൻ കരുതി. അതുകൊണ്ട് ആ പെൺകുട്ടി ഇന്നും ജീവിച്ചിരിക്കുന്നു. അവളുടെ ജീവിതം മറ്റുള്ളവരുടെ സന്തോഷത്തിനായി അർപ്പിച്ചിരിക്കുന്നു. എന്തിനു ഞാൻ അവളെ പേടിക്കണം? എന്തിനു ഞാൻ അവളെ കൊണ്ട് ഒളിപ്പിച്ച് താമസിപ്പിക്കണം? എന്റെ നെഞ്ചി കൈവച്ച് എനിക്ക് പറയാനാവും, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്, സ്നേഹിച്ച പെണ്ണിനെ ചതച്ചിട്ടില്ലെന്ന്. അത് മനസ്സിലാക്കാനുള്ള മനസ്സ് ഇന്നല്ലെങ്കിൽ നാളെ സ്വാതിക്കുണ്ടാവും. മോളെ, നീ ഇവന്റെ കൂടെ ചെല്ല്. ഈ അവസ്ഥയിൽ നീ എന്നെ കൈവിട്ട് കളയരുത്. ഞാൻ വരണോ വരാതിരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇവളാ. അതിനെനിക്ക് വിശ്വാസമുള്ളൊരു ഉറപ്പ് ഇവളിൽ നിന്ന് കിട്ടട്ടെ. ആ ഉറപ്പ് എനിക്ക് കിട്ടിയാ ഞാൻ വരുന്ന കാര്യം ആലോചിക്കാം. എന്തുറപ്പാ നിനക്ക് വേണ്ടത്? അത് ഞാനും ഇവളും മാത്രം അറിഞ്ഞാ മതി. നീ വാ. ഞാൻ പോട്ടെ അച്ഛാ. ചെല്ലു മോളെ. നീ കണ്ടില്ലേ കാഞ്ചനെ? നീ പറഞ്ഞപ്പോൾ അനുസരിക്കാത്തവൾ അവളുടെ അനിയത്തി വന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ച മട്ടുണ്ട്. നീ നോക്കിക്കോ, അവൾ അധികം വൈകാതെ സഞ്ജുവിന്റെ വീട്ടിലേക്ക് പോകും.
എന്താ കാണുമെന്ന് പറഞ്ഞേ? കുറച്ച് റിസ്ക് ഉള്ള ഒരു ജോലിയാണ് ഞാൻ മുരുകനെ ഏൽപ്പിക്കാൻ പോകുന്നത്. എത്ര റിസ്ക് ഉള്ളതാണെങ്കിലും ഞങ്ങൾ ചെയ്തിരിക്കും. എന്താ ചെയ്യണ്ടേ? തലയെടുക്കണോ അതോ കാലും കൈയും മതിയോ? തൽക്കാലം തലയും കൈയും കാലും ഒന്നും വെട്ടണ്ട. ഒരാളെ ഞാൻ പറയുന്ന സ്ഥലത്തെത്തിക്കണം. ആരാ ആള്? ഗൗതം. ഗൗതം എന്ന പേര്. സംഗതി കേൾക്കുമ്പോ സിമ്പിളാന്ന് തോന്നും. ഗൗതം അല്ല പ്രശ്നം, ഇവന്റെ സഹോദരിയാ ദക്ഷ. അവളെ സൂക്ഷിക്കണം. എങ്ങനെയും ദക്ഷയുടെ കണ്ണു വെട്ടിച്ചു വേണം ഗൗതമിനെ കടത്തിക്കൊണ്ടുവരാൻ. മനസ്സിലായോ? മനസ്സിലായി മാഡം. ആ. ഗൗതമിന്റെ വീടും മറ്റു ഡീറ്റെയിൽസും ലൊക്കേഷനും എല്ലാം ഞാൻ സെൻഡ് ചെയ്തോളാം. ശരി മാഡം. ഇത് വെറൊരു അഡ്വാൻസ് മാത്രം. ഗൗതമിനെ ഞാൻ പറയുന്നിടത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ബാക്കി 1,00,000 രൂപ കൂടി തരുന്നതായിരിക്കും. എന്ന ചെല്ല്, ഇപ്പൊ തന്നെ പോയി ഗൗതമിനെ പിടിച്ചുകൊണ്ടുവാ. ഇനി താമസം വേണ്ട. ഓക്കെ മാഡം.